ഈ സമ്മർദ്ദത്തെ പറ്റി നമ്മൾ ചോദിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പിലാണ്. ചുമ്മാ ഇറങ്ങിയതാണ്. ഇവിടെ ചുമ്മാ ഇരുന്നപ്പോൾ എന്തായാലും വെക്കേഷൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇവിടെ വർക്ക്ഷോപ്പിൽ പെയിൻറ്റിങ് വർക്ക് അങ്ങനെ എല്ലാ വർക്കും നടക്കുന്ന വർക്ക്ഷോപ്പാണ്. ഈ വർക്ക്ഷോപ്പ് വന്നത് മുളന്തുരുത്തി ചോറ്റാനിക്കരയ്ക്കടുത്ത് മുളന്തുരുത്തിക്കടുത്ത് വട്ടുകുന്ന്. ഇവിടെ ഈ സംഭവം വന്നപ്പോഴത്തേക്ക് കിട്ടുന്ന ലിപ്പ് കണ്ടത്. ലിപ്പാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ എടുത്ത് നല്ല ലിപ്പ് കണ്ടത്. ലിപ്പൊരു ട്രാവലറിൻ്റെ ലിപ്പാണ് ഈസത്. ഇനി ഇവിടെ ഒരു വണ്ടി കാണാൻ പറ്റും. ആ വണ്ടി റെക്സിനാണ് കിടക്കുന്നത്. ഇത് ഒരു കാറായിട്ട് പോയി ഇടിച്ചിട്ട് കാറായിട്ട് ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് വണ്ടി മറിഞ്ഞാണ്. സൈഡ് ഫുള്ള് താന്നു പോയി. അപ്പോൾ സൈഡ് ഫുള്ള് മേൽഭാഗം ഫുള്ള് പോയി. അപ്പോൾ അത് രണ്ടാമത് ബോഡി ഫുള്ളല്ല ഫുൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ഒരു BMR ഉള്ളത്. യൂറോ ഗ്രാൻഡ് BMR. അതാണ് എൻ്റെ ഇത് റോയലിൻ്റെ വണ്ടിയാണ്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കണ്ടോ, ഇതൊരു BS4 ലൈലാൻഡിൻ്റെ ഇതാ വണ്ടി ചീസാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. BS4 ലൈലാൻഡ് അല്ലേ കേസ്, ഇത് ഒരു ഐഷറാണ്. ഇൻറ്റീരിയർ കൊള്ളാം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. മറ്റേ ഈ നൈറ്റ് അല്ലേ ഈ പാസഞ്ചേഴ്സ് കൊണ്ട് ഓടുന്ന വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടിയല്ലേ ഇതുണ്ടോ, ഇതൊരു ഐഷറാണ്. പക്ഷേ മീറ്റർ ലൈലാൻഡിൻ്റെയാണ്. അത്രയും വ്യത്യാസമേ ഉള്ളൂ. അത് ഈ ഐഷർ ലൈലാൻഡിൻ്റെ വണ്ടീൻ്റെ അകത്ത് ഐഷറിൻ്റെ സ്പീഡ് വെച്ചാണ് അറിയില്ല. ഒരു മീറ്ററിൻ്റെ സാധനമൊക്കെ അതേപോലെ തന്നെയാണ് വണ്ടി. ഇതാണ് ഇൻറ്റീരിയർ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മ്യൂസിക് സിസ്റ്റമൊക്കെ ഉള്ള ഒരാവശ്യത്തിന് സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്നൊരു മ്യൂസിക് സിസ്റ്റം ഉള്ള ഇവിടെ ഈ വണ്ടിൻ്റെ പെയിൻറ്റിങ് വർക്കാണ്. ഈ ബസ്സിൻ്റെ ഈ വണ്ടീൻ്റെ ആ ഒരു സൈഡിൽ നിൽക്കുന്ന പുള്ളിയൊക്കെ അതാണ് ഈ ഷർട്ട്. പുള്ളിൻ്റെ എംബ്ലം ശ്രദ്ധിച്ചോ, പുള്ളി വണ്ണസീത്തെ ഡ്രൈവറാണ് സ്ലീപ്പറിൻ്റെ. ഇതാണ് ഒരു ഗ്രിഗോറിയൻ എന്ന് പറഞ്ഞ സ്കൂളിനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആ സ്കൂളിലത്തെ വണ്ടിയാണ്. പിള്ളേരുടെ സെറ്റപ്പ് നോക്കി. AC വണ്ടി, ഫുൾ കണ്ടീഷൻ AC വണ്ടി, ഐഷറാണ് വണ്ടി. പിന്നെ നമ്മൾ ആദ്യം കണ്ട ടൂറിസ്റ്റ് ബസ്സില്ലേ, അത് ടൂറിസ്റ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ കട, സെൻറ്റ് തോമസ് ഓട്ടോ ലൈൻസ്. ഇതാണ് ഈ ആദ്യം കാണിച്ച വണ്ടീൻ്റെ ഇൻറ്റീരിയർ. ഈ വണ്ടി കാണുമ്പോൾ എനിക്ക് എപ്പോഴും വിഷമം വരും. അതുകൊണ്ട് ഇതൊരു ഫുള്ള് പൊടി പിടിച്ചു പോയി. ഞാനിത് ഒരു 6 മാസമെങ്കിലായി കാണി വണ്ടി ഇവിടെ കിടക്കാനായിട്ട്. ഞാൻ ആദ്യം 6 മാസം മുമ്പ് ഇവിടെ വന്നപ്പം വണ്ടി ഇങ്ങനെ ആയിരുന്നില്ല, ഫുള്ള് പൊളിഞ്ഞുമായിരുന്നു. പക്ഷെ ഇത്രയും കുഴപ്പമില്ല. ഫുള്ളിങ്ങനെ പൊടി പിടിച്ചപ്പോൾ ഇപ്പോൾ എല്ലാ സാധനവും പൊളിച്ച് മിക്കവാറും ഈ വണ്ടി ഫുൾ പണിയിലാന്ന് തോന്നുന്നു. റീസ്റ്റോറേഷൻ പോലെ ആയും പറ്റുന്നതുകൊണ്ട് പണിയണം. വണ്ടിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കിടന്നും പോകലൊക്കെ ആയി. പിന്നെ എല്ലാം പൊളിച്ച് പണിയേണ്ട വന്നു. ഒരു ആക്സിഡൻറ്റ് ഇട്ടുണ്ടില്ല, എല്ലാം പോയി. പിന്നെ അവർ കാശ് എടുക്കാനും വൈകിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും വണ്ടി ഇവിടെ ലേറ്റ് ആയി കിടന്നത്. അല്ലെങ്കിൽ നേരത്തെ പണിയിൽ പോയത്. പിന്നെ അത് ഈ വണ്ടീൻ്റെ മേളിൽ ഇരുന്നിട്ട് സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇവിടെ NSS സ്കൂളിലത്തെ വണ്ടി കിടപ്പുണ്ട്. ഇവിടെ കൂടുതൽ സ്കൂൾ ബസ്സാണ്. ഇതാണ് ഈ ആദ്യം കണ്ട മിനി ബസ്സിൻ്റെ മേൽഭാഗം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.